സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ച വളരെയധികം കത്തുകൾ അച്ഛൻ ലഭിച്ചിട്ടുണ്ട്. എല്ലാ കത്തുകളും അച്ഛൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കത്തിനാണ് ഈ ആഴ്ച ഈ പ്രോഗ്രാമിലൂടെ അച്ഛൻ മറുപടി നൽകുന്നത്. സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിനോയ് എന്ന ഒരു സഹോദരൻ എഴുതിയ കത്താണ്. സ്നേഹം നിറഞ്ഞ പനക്കലച്ചന്, എൻ്റെ പേര് ബിനോയ്, എൻ്റെ വീട് കോട്ടയത്താണ്. എന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം അച്ഛനോട് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞാൻ ഒരു സ്ഥാപനത്തിൽ മാനേജരായി ജോലി ചെയ്യുന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു സുഹൃത്ത് കുറച്ച് നാളായി ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സ്ഥാപനത്തിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം 1 വർഷമായി നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സുഹൃത്തെ കുറച്ച് നാളായി എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു. മറ്റു പലരോടും അദ്ദേഹം എന്നെപ്പറ്റി മോശമായി സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. പലവട്ടം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പക്ഷേ വീണ്ടും അയാൾ അത് തന്നെ ആവർത്തിക്കുകയാണ്. എൻ്റെ ജോലി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി അദ്ദേഹത്തിന് എൻ്റെ സ്ഥാനത്ത് എത്താൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നെനിക്ക് അറിയില്ല. ഞാൻ വളരെ അധികം വിഷമത്തിലാണ്. അച്ഛൻ ദയവായി എനിക്ക് ഒരു മറുപടി തരണം. സ്നേഹത്തോടെ ബിനോയ്. നമ്മൾ വായിച്ചു കേട്ട ഈ കത്ത് ബിനോയ് എന്ന സഹോദരൻ്റേതാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു സഹോദരനുമായി മാനസികമായി ചില വിഷമതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള കത്താണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ കത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം, തൻ്റെ അയൽവക്കത്ത് ജോലിയില്ലാതിരുന്ന ഒരു സഹോദരന് അദ്ദേഹത്തിന് മേൽ അനുകമ്പ തോന്നുകയും ഇയാളുടെ സ്ഥാപനത്തിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇത് ശരിയായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ജോലി വാങ്ങിക്കൊടുത്തു എന്ന കാര്യം അതോടുകൂടി ഈ ജോലി വാങ്ങിക്കൊടുത്ത ബിനോയിക്ക് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് നേരെയുള്ള കാഴ്ചപ്പാട് എന്താണ്? ഞാനായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്തു, അതുകൊണ്ട് ഈ വ്യക്തി എന്നും എന്നോട് നന്ദിയുള്ളവനായിരിക്കണം, ഞാനാണ് ഇവൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് കാരണക്കാരൻ എന്ന് ബിനോയ് സ്വയം ചിന്തിക്കുകയും അങ്ങനെ ചിന്തിക്കുന്നത് വഴി ബിനോയും ഈ ജോലി സ്വീകരിച്ച സഹോദരനും തമ്മിൽ ഒരു മാനസികമായ ഒരു ബിനോയും ഈ ജോലി കൊടുത്ത ബിനോയും ഈ സഹോദരനും തമ്മിൽ റിലേഷൻഷിപ്പിൽ ഒരു കോട്ടം വന്നിട്ടുണ്ട്. കാരണം ആ സഹോദരനെ ഒരു സുഹൃത്തിനെ പോലെ കാണാൻ, ഒരു സമഭാവനയിൽ കാണുവാൻ ബിനോയ്ക്ക് കഴിയുന്നില്ല. അല്ല, ഞാനാണ് ഇവനെ വാങ്ങിച്ചു കൊടുത്തത് എന്ന ഒരു അഹന്തയിലാണ് ബിനോയ് ഈ സഹോദരനെ കാണുന്നത്. ചില ആളുകൾ ഇതുപോലെ ചില ഉപകാരങ്ങൾ ചെയ്തിട്ട് ഞാനാണ് അവന്
ജോലിയെല്ലാം വാങ്ങിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഞാനാണ് അവനെ സഹായിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വീമ്പടിച്ച് നടക്കുമ്പോൾ സത്യത്തിൽ ആ ബന്ധം കുറേശ്ശെ തകരുകയാണ്. ബിനോയ് ചെയ്ത ഈ കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഇടപെടൽ വഴി സംഭവിച്ചതായിട്ടാണ് കാണേണ്ടത്. ബിനോയ് തീരുമാനിച്ചതുകൊണ്ട് ജോലി ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദൈവമാണ് ബിനോയ്ക്ക് അങ്ങനെ ഒരു സഹോദരനെ സഹായിക്കാനുള്ള അനുഗ്രഹം നൽകിയത്. അപ്പോൾ എനിക്ക് സഹോദരനെ സഹായിക്കാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അങ്ങനെ ആ സഹോദരനെ കാണുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ അങ്ങനെയല്ല ബിനോയ് കാണുന്നു. ബിനോയ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജരാണ്. അതിന് കീഴിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജോലിയും കൂടെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പലപ്പോഴും സംഭാഷണത്തിലും ഒക്കെ എന്തോ വലിയൊരു ഡിമാൻഡ് ബിനോയ് പുലർത്തുകയും താഴ്ത്തിക്കെട്ടി ചിന്തിക്കുവാനായിട്ട് ഒരു പുച്ഛഭാവത്തോടു കൂടി കാണാനായിട്ടും അല്ലെങ്കിൽ സംഭാഷണത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഈ മകനെ വളരെയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. വിശുദ്ധ വിൻസെൻ്റ് പോൾ എപ്പോഴും പറയും, നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ യജമാനനായിട്ട് കാണണം എന്ന്. അപ്പോഴാണ് നമുക്ക് ആ വ്യക്തിയിലൂടെ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുവാനും ആ ബന്ധങ്ങൾ വളർത്തിക്കൊണ്ട് വരാനായിട്ടും കഴിയുകയുള്ളൂ. അതുകൊണ്ട് യജമാനൻ അടിമ എന്ന ഒരു ബന്ധമാണ് ബിനോയ് പുലർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ബന്ധത്തിൽ അധികകാലം മുന്നോട്ട് പോകുവാൻ ബിനോയ്ക്ക് സാധ്യമല്ല. ഈ ബന്ധമാണ് ആദ്യം ബിനോയിയുടെ മനസ്സിൽ ഉടഞ്ഞു പോയത്. അതുകൊണ്ട് ബിനോയ് അത് ആദ്യം തിരുത്തുവാനായിട്ട് തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം ബിനോയ് പറയുന്നത് എന്നെക്കുറിച്ച് അദ്ദേഹം മോശമായി സംസാരിച്ചു എന്നാണ്. അതിനെക്കുറിച്ച് ചില തെളിവുകൾ ഒരുപക്ഷെ ബിനോയ്ക്ക് കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് കേട്ട ആളുകൾ വന്ന് ബിനോയോട് പറയുകയും ചെയ്തിട്ടുണ്ടാകും. ഇവിടെയാണ് ബിനോയ് ചിന്തിക്കേണ്ടത്. ആരെങ്കിലും നമ്മളെക്കുറിച്ച് ഒന്ന് മോശമായി സംസാരിച്ചത് കൊണ്ട് ഉടനെ തന്നെ നമ്മുടെ മനസ്സ് മുറിവേൽക്കുക, നമ്മുടെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ ബിനോയ് ഉള്ളിൽ സൂക്ഷിക്കുന്ന സന്തോഷവും സമാധാനവും അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുന്ന സന്തോഷവും സമാധാനവുമാണ്. അതായത് വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് ഒഴുകി വരുന്നതാണ് ബിനോയ്ക്ക് സമാധാനം. സാഹചര്യങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നു വരുന്നതാണ് ബിനോയ്ക്ക് സന്തോഷം. അങ്ങനെയാണെങ്കിൽ ആ സന്തോഷവും സമാധാനവും ഏത് സമയത്തും ഇങ്ങനെ ആരെങ്കിലും ഒന്നും മിണ്ടിയാൽ മതി, അത് നഷ്ടപ്പെട്ടു പോകും. അതല്ല യഥാർത്ഥമായ സമാധാനവും സന്തോഷവും. അത് ദൈവവും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്താണ് യഥാർത്ഥമായ സമാധാനവും സന്തോഷവും നിലകൊള്ളുന്നത്. അതുകൊണ്ട് ബിനോയ് എൻ്റെ സ്നേഹിതൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നെല്ലാം ചിന്തിച്ച്, ഒരാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ മനസ്സൊരിക്കലും മുറിവേൽക്കുകയില്ല. നമ്മൾ അനുവദിച്ചാലേ നമ്മുടെ മനസ്സ് മുറിവേൽക്കുകയുള്ളൂ. ബിനോയ് ചിന്തിക്കുകയാണ്, അവന് എന്തെങ്കിലും പറയാനുള്ള എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്, അവനെന്തെങ്കിലും പറയട്ടെ. അവനെന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഞാനല്ലാതായി തീരുന്നില്ല. അതുകൊണ്ട് അവനെന്തെങ്കിലും പൊക്കി പറഞ്ഞതുകൊണ്ട് ഞാനെന്തോ ഉയരുന്നുമില്ല, അവൻ താഴ്ത്തി പറഞ്ഞതുകൊണ്ട് ഞാൻ താണു പോകുന്നുമില്ല. മറ്റുള്ളവർ പൊക്കുമ്പോൾ പൊങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവർ താഴ്ത്തുമ്പോൾ താന്നു പോകും. മറ്റുള്ളവർ പൊക്കുമ്പോൾ പൊങ്ങാതിരുന്നാൽ
അവർ താഴ്ത്തുമ്പോൾ താഴുകയില്ല. അപ്പം അതിനാൽ ഇവിടെ ബിനോയ് ഈ സമീപനത്തിന് നേരെ ഒരു ദൈവികമായ സമീപനം സ്വീകരിക്കുവാൻ തയ്യാറാകുക. എൻ്റെ സഹോദരൻ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എന്ന ഒരു മനോഭാവം സ്വീകരിക്കാൻ തയ്യാറാകണം. തന്നെയുമല്ല, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഈ സഹോദരനെ ചോദ്യം ചെയ്യുകയുണ്ടായി. അതും ഒരുപക്ഷെ കൂടുതൽ ബന്ധത്തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. ഒരിക്കലും അങ്ങനെയല്ല ബിനോയ് അങ്ങനെ സംസാരിച്ച വ്യക്തിയോട് ഇടപെടേണ്ടത്. ആ സ്നേഹിതനോട് ബിനോയ്ക്ക് പറയാം, നീ എന്തോ പറഞ്ഞു എന്നെക്കുറിച്ച്, എനിക്കത് കേട്ടപ്പോൾ മനസ്സിൽ വളരെ ദുഃഖമുണ്ടായി, അതുകൊണ്ട് എൻ്റെ മനസ്സ് വളരെ വേദനിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ആ മകൻ പിന്നെ അത് പറയുകയില്ല. എന്നാൽ ഇവിടെ ബിനോയ് സംസാരിക്കാൻ ഇടയുള്ളത്, ഞാനായിട്ടാണ് നിനക്ക് ജോലി വാങ്ങിച്ചു തന്നത്, നീ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ബന്ധം ഒന്നും കൂടി അകലാനിടയായിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കാണേണ്ട മറ്റൊരു കാര്യം, ബിനോയ് പറയുകയാണ്, എൻ്റെ ജോലി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി അദ്ദേഹത്തിന് എൻ്റെ സ്ഥാനത്ത് എത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം എന്ന്. ഈ ഒരാശയം ബിനോയ്ക്ക് എവിടുന്ന് കിട്ടിയതാണ്? ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല. ഇത് ബിനോയുടെ ഉള്ളിലിരിക്കുന്ന ഒരു കുറ്റം വിധിയാണ്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. ഒരിക്കലും മറ്റൊരാളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആ വ്യക്തിയെ ഞാൻ കുറ്റം വിധിക്കുകയാണ് ചെയ്യുക. മറ്റൊരാളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അത് ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ യാതൊരു അവകാശവുമില്ല. അത്തരം ഒരു തോന്നിപ്പ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് സാത്താനിൽ നിന്നാണ്, ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്ത ബിനോയ് തൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന നിമിഷം തൊട്ട് ബിനോയ് ജോലി വാങ്ങിച്ചു കൊടുത്ത ഈ സഹോദരനെ തീർത്തും ഒരു ശത്രുവായി കണ്ടു കഴിഞ്ഞു. ബിനോയുടെ ഉള്ളിൽ അവനോട് ഭയവും അതുപോലെ വെറുപ്പും ആരംഭിച്ചു കഴിഞ്ഞു. ഭയവും വെറുപ്പും സ്നേഹത്തിന് വിരുദ്ധമായ വികാരങ്ങളാണ്. അങ്ങനെ സ്നേഹത്തിന് വിരുദ്ധമായ ഒരു ചിന്തയിൽ ബിനോയ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ബിനോയ്ക്ക് നഷ്ടപ്പെടും. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് റോമർ 14:1 നമ്മൾ വായിക്കുന്നത്. സ്നേഹത്തെ ലക്ഷ്യമായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് അനുദിനം സ്നേഹത്തിൽ വളരുവാനായിട്ടാണ് ദൈവം നമുക്ക് ഈ ലോകം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ബിനോയ് ഒന്ന് ആത്മപരിശോധന ചെയ്യൂ. ബിനോയ് ജോലി വാങ്ങിച്ചു കൊടുത്ത ഈ സഹോദരനുമായി സുഹൃത്ത് ബന്ധത്തിൽ ബിനോയ്ക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്നേഹത്തിൽ നിന്ന് എന്തുമാത്രം ദൂരെയാണ് ബിനോയ് സഞ്ചരിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും.
ഓരോ ദിവസവും നമ്മൾ ഓരോ വ്യക്തിയിലും ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തെ കൂടുതൽ പകർന്ന് അങ്ങനെ സ്നേഹത്തിൽ വളരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് ഓരോ പ്രഭാതത്തിലും പുത്തനാണ്. അതുകൊണ്ട് ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ ഉള്ളിലുള്ള ഈ സ്നേഹം അത് ഒരു പുത്തനായി, കൂടുതലായി, ശക്തമായി നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒഴുക്കി സ്നേഹത്തിൽ നമ്മൾ പടിപടിയായി വളരണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത് ബിനോയിക്ക് ബിനോയിയോടുള്ള ഉത്തരവാദിത്വമാണ്. ബിനോയി വെറുപ്പും പിണക്കവും ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ ബിനോയിക്ക് ഇതുവഴി എന്താണ് സംഭവിക്കുക? ഒന്ന്, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ട്, ഭയം കയറി വന്നിരിക്കുന്നു. ഈ ഭയവും സമാധാനവും നഷ്ടപ്പെട്ട അവസ്ഥയും ബിനോയിയുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം അത് ബിനോയിയുടെ മറ്റെല്ലാ ബന്ധങ്ങളെയും ബാധിക്കും. ബിനോയിയുടെ പ്രാർത്ഥനാ ജീവിതത്തെ അത് ബാധിക്കും. ബിനോയിക്ക് ദൈവവുമായുള്ള ബന്ധത്തെ അത് ശക്തമായിട്ട് ബാധിക്കും. സർവ്വ അനുഗ്രഹങ്ങളും ഒഴുകി വരേണ്ട ദൈവവുമായുള്ള ബന്ധത്തെ ഈ സംഭവങ്ങൾ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് ബിനോയ് ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. അങ്ങനെ ആത്മപരിശോധന നടത്തുമ്പോൾ ബിനോയ് മനസ്സിലാക്കണം, മറ്റെന്തെല്ലാം സംഭവിച്ചാലും എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള ബന്ധം ഒരിക്കലും ഞാൻ പൊട്ടിക്കാൻ പാടില്ലാത്തതാണ്. ദൈവം ഒരിക്കലും അത് പൊട്ടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ബിനോയ് അത് പൊട്ടിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി ബിനോയ് മാറുകയാണ് ചെയ്യുക. എന്തു തന്നെയായാലും ശരി, ഈ സഹോദരനുമായുള്ള ബന്ധ തകർച്ച ബിനോയുടെ മുഴുവൻ ആത്മീയ വളർച്ചയെയും ഇപ്പോൾ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇത് ബിനോയ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ബിനോയുടെ തന്നെ ആത്മീയവും ഭൗതികമായ മുഴുവൻ അസ്തിത്വവും ഇതിൻ്റെയും അടിത്തറയാണ് ബിനോയ് സ്വയം തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ആ സഹോദരൻ ഒരുപക്ഷെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി ബിനോയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനെക്കുറിച്ച് ബിനോയ് സ്വീകരിച്ച നിലപാട് വഴി ബിനോയ് ചെയ്യുന്നത് ബിനോയുടെ ഇന്നു വരെയുള്ള മുഴുവനും ആത്മീയവും ഭൗതികമായ പുരോഗതിയെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്യുക. കാരണം വെറുപ്പും വൈരാഗ്യവും സാത്താന് ഇടം കൊടുക്കുന്ന പ്രവൃത്തിയാണ്. ദൈവം കടന്നു വരുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണെങ്കിൽ സാത്താൻ കടന്നു വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും അത്രേ. അപ്പം അതിനാൽ തന്നെ സ്വയം നശിപ്പിക്കുന്ന, തന്നെ തന്നെ നശിപ്പിക്കുന്ന ഈ വെറുപ്പും പിണക്കവും അത് ബിനോയിയാണ് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനോയ് അത് ദൂരെ എറിഞ്ഞാൽ അത് ദൂരെ പോകും. ബിനോയ് ഇതിനെ നിസ്സാരമായി കരുതിയാൽ അത് ഇല്ലാതായിത്തീരും. ബിനോയ് എന്ത് ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബിനോയ് അറിഞ്ഞിരിക്കുക, സ്വർഗം മുഴുവനും ദൈവം, മാലാഖമാര് ബിനോയ് ഈ സഹോദരന് നേരെ എന്ത് മനോഭാവമാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് വളരെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഗൗരവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ
സാത്താനും ബിനോയ് എന്ത് ആറ്റിറ്റ്യൂഡാണ് ഈ സഹോദരൻ നേരെ സ്വീകരിക്കാൻ പോകുന്നതെന്ന് വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം ബിനോയ് മനസ്സിലാക്കി ബിനോയ് ദൈവത്തിന് അനുകൂലമായൊരു തീരുമാനമെടുത്ത് സ്നേഹത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറാവുക. ഇതാണ് ബിനോയിയോട് പറയുവാനുള്ളത്. സ്നേഹമുള്ള ബിനോയിയുടെ കത്തിന് അച്ഛൻ നൽകിയ മറുപടി വളരെ ആശ്വാസപ്രദമാണ് എന്ന് കരുതുന്നു. അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് അച്ഛൻ ആദ്യം പറഞ്ഞത്, അടുത്ത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു നന്മ ചെയ്യണം എന്നൊരാഗ്രഹം ബിനോയുടെ മനസ്സിലുണ്ടായി. അത് ദൈവം തന്നൊരു ആഗ്രഹം, ദൈവാനുഗ്രഹമാണ്. അദ്ദേഹത്തിന് സഹോദരൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് അവിടെ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. 1 വർഷമായിട്ട് അവരുടെ ബുദ്ധിമുട്ടെല്ലാം മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം സഹോദരനെതിരായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായി. പക്ഷേ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ അവന് ഉപകാരം ചെയ്തുകൊണ്ട് അവനെപ്പോഴും എന്നെക്കുറിച്ച് നല്ലത് പറയണം, നല്ലത് ചെയ്യണം എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ നമ്മൾ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ആർക്കും ഒരു നന്മയും ചെയ്യണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്തു പറഞ്ഞാലും നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കത്തില്ല. കാരണം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്ക് എന്നെ എതിർക്കാൻ സാധിക്കും? പിന്നെ ആരെങ്കിലും നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കാൻ പാടില്ല, അത് മുറിപ്പെടുത്താൻ പാടില്ല. പക്ഷേ ഇത് സഹോദരൻ്റെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുറിവ് ഉണങ്ങാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ, സഹോദരനെ സ്നേഹിക്കണം. വെറുപ്പും വിദ്വേഷവും മനസ്സിൽ നിന്ന് മാറ്റണം. ബിനോയി മുഴുവൻ സമയവും ചിന്തിക്കുന്നത്, ഇവൻ എനിക്കായി പ്രവർത്തിച്ച് എൻ്റെ ജോലി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും അത് ദൈവം അറിയാതെ അദ്ദേഹത്തിൻ്റെ ജോലി പോവുകയോ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ച് നമുക്ക് എതിരായി തീരുകയോ ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഭയമാണ് സഹോദരൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്ന് അച്ഛൻ പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അച്ഛൻ പറയുകയുണ്ടായി. ഈ സുഹൃത്തിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് സഹോദരനെന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗം, വിശുദ്ധരെ, മാലാഹമാരെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രതീക്ഷയോടെ സാത്താനും ഈ സഹോദരനോട് എങ്ങനെയാണ് ബിനോയി പ്രവർത്തിക്കുന്നത് എന്ന് ഇവർ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സ്വർഗം നിരാശപ്പെടാതിരിക്കട്ടെ. അതിന് തക്കതായ കൃപ സഹോദരൻ ലഭിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അച്ഛാ, ബിനോയ്ക്ക് വേണ്ടിയും ഇതുപോലെ സമാനതയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും അച്ഛനെ ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കാമോ? കരുണാന കർത്താവ് സ്നേഹമുള്ള ഈശോയെ, ബിനോയെ സമർപ്പിക്കുന്നു. ദിവ്യനാഥ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം ബിനോയുടെ ഉള്ളിലുണ്ടാകട്ടെ. കവിഞ്ഞൊഴുകുന്ന സ്നേഹം കൊണ്ട് ബിനോയെ നിറയ്ക്കണമേ. ഈ സ്നേഹം എല്ലാവരിലേക്കും, പ്രത്യേകിച്ച് ശത്രുക്കളിലേക്കും കളിയാക്കുന്നവരിലേക്കും കുറ്റപ്പെടുന്നവരിലേക്കും ഒഴുകുവാൻ ഇടയാകട്ടെ. അങ്ങനെ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹിച്ച് സുഹൃത്തുക്കളായി മാറുവാൻ ഇടയാകട്ടെ. ബിനോയിയെ പോലെ ഓരോരോ ബന്ധങ്ങളിലും മുറിവേറ്റ് കഴിയുന്ന സർവരെയും ബിനോയോടൊപ്പം ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. കർത്താവിന് കുരിശിന് താഴെ വയ്ക്കുന്നു. പിതാവെ, ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഈശോയുടെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. സ്നേഹപൂർവ്വം പനകലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ കത്തിന് തക്കതായ ഉത്തരം നൽകി, മറുപടി നൽകി അനുഗ്രഹിച്ച സ്നേഹം നിറഞ്ഞ പനക്കലച്ചനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. സ്നേഹപൂർവ്വം പനകലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും കത്തുകൾ എഴുതാവുന്നതാണ്. എല്ലാ കത്തുകളും അച്ഛൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കത്തിനെ ഈ പ്രോഗ്രാമിലൂടെ അച്ഛൻ
മറുപടി നൽകുന്നതാണ്. അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.